നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സാഹിത്യ അക്കാദമി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. വെട്ടുകാട് ചന്ദനക്കുന്ന് ശ്രീ വനദുർഗ ദേവി ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജോൺസൺ മാസ്റ്റേഴ്സ് കൃതി സംഗീതാലാപന മത്സരം നവംബർ 23 മുതൽ 30 വരെ ജവഹർ ബാലഭവനിൽ നടത്തും. സ്വർണവില വീണ്ടും ഉയരുന്നു. പവന് 90,320 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സാഹിത്യ അക്കാദമിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. അവാർഡിന്റെ പരിഗണനയ്ക്കായി 128 ചിത്രങ്ങൾ സമർപ്പിച്ചിരുന്നു. കുട്ടികളുടെ ചിത്രങ്ങൾ അവാർഡിനെ പരിഗണിക്കത്തക്ക നിലവാരമുള്ളവയല്ലെന്നും ബാലതാരം ആൺപെൺ വിഭാഗത്തിൽ ആരുമില്ല. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, മികച്ച സംവിധായകൻ ചിദംബരം, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ബ്രഹ്മയുഗം. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്, ചിത്രം നടന്ന സംഭവം. മികച്ച ബാലതാരം ആൺ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച ബാലതാരം പെൺ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. മികച്ച സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയർ, ചിത്രം ബ്രഹ്മയുഗം. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ, ചിത്രം ARM. മികച്ച പിന്നണി ഗായിക സെബ ടോമി, ചിത്രം ആ. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് പ്രേമലു നേടി. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. പ്രത്യേക ജൂറി അവാർഡ് ചിത്രം പാരഡൈസ്. പ്രത്യേക ജൂറി പരാമർശങ്ങൾ: അഭിനയം ടൊവിനോ തോമസ്, ചിത്രം ARM. അഭിനയം ആസിഫ് അലി, ചിത്രം കിഷ്കിന്ധകാണ്ഡം. അഭിനയം ജ്യോതിർമയി, ചിത്രം ബോഗെയിൻവില്ല. അഭിനയം ദർശന രാജേന്ദ്രൻ, ചിത്രം പാരഡൈസ്. മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കൊടുമൺ, പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏകശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാവലയ മികവിന് താരപദവിയും പ്രതിച്ഛായയും പറഞ്ഞ് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായ വേഷത്തിന്റെ പറന്നാട്ട പൂർണ്ണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ശ്രീ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ന് ജൂറി അംഗങ്ങൾ കഴിഞ്ഞ 1.5 മാസത്തോളമായി നടത്തിയ വലിയ പരിശ്രമത്തിന്റെ ഒരു പരിസമാപ്തിയാണ് ഈ മികച്ച ചിത്രത്തിനും മികച്ച അഭിനയത്തിനുമെല്ലാമുള്ള അവാർഡ്. എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പുരുഷാധികാരത്തിന്റെയും മത പൗരോഹിത്യത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന് പ്രത്യേക ജൂറി പരാമർശം. 37 അഭിനയം ടൊവിനോ തോമസ്. അഭിനയം ടൊവിനോ തോമസ്. ചിത്രം ARM. ശില്പവും പ്രശസ്തി പത്രവും. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന് 38 പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ആസിഫ് അലി. അഭിനയം ആസിഫ് അലി. ചിത്രം കിഷ്കിന്ധ കാണ്ഡം. ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ
ഒരു യുവാവിൻ്റെ നിസ്സഹായാവസ്ഥയും യാവുലതകളും വികലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചത്. Thinking that it was a 10-day sitting in a library, watching, learning what was in 2024 in Malayalam cinema. And I really relished a 10-day journey with all of them. I hope the unanimous judgment of the jury, where we had to really sit in detail and discuss, has entrailed and satisfied the fans of Malayalam cinema. വെട്ടുകാട് ചന്ദനക്കുന്ന് ശ്രീ വനദുർഗ ദേവി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മാണം നടത്തുന്ന ഊട്ടുപുരയുടെ തറക്കല്ലിടൽ കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ക്ഷേത്രം പരിസരത്ത് നടത്തിയ ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ, വാർഡ് മെമ്പർ സുജിത അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഊട്ടുപുര നിർമ്മാണത്തിനുള്ള ആദ്യ സംഭാവന മോഹനൻ കള്ളാട്ടത്തിൽ ചടങ്ങിൽ മന്ത്രി കെ രാജന് കൈമാറി. ക്ഷേത്രം മേൽശാന്തി മനു കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ ഉഷ ആനന്ദൻ, ഡോക്ടർ വിജയൻ, സുധാദേവി, വത്സലകുമാരി, വിഷ്ണു, ബീന, മഞ്ജീഷ് ചെപ്പാറ, ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. 100 ദിവസം കൊണ്ട് പുതിയ ഊട്ടുപുരയുടെ നിർമ്മാണം പൂർത്തിയാക്കാമെന്നും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. പൂർണ്ണമിദം പൂർണ്ണാധാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ വരിക, എല്ലാവരും കൂടി ചേർന്ന് നേരത്തെ ചന്ദ്രേട്ടൻ വളരെ ഉറപ്പോടെ പറഞ്ഞതുപോലെ 100 ദിവസത്തിനകം പൂർത്തീകരിക്കാൻ പോകുന്ന ഈ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുക. ശാന്തി പൂർണ്ണമായിട്ടും ഇതോടൊപ്പം ഉണ്ടെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞു. ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ പ്രകൃതിയെ പൂജിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണുന്നത്. ഞാൻ സ്വയംഭൂവായിട്ടുള്ള സ്ഥലത്ത് പോയി തൊഴിലുണ്ടായി. വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ചന്ദ്രേട്ടൻ ധൈര്യമായിട്ടിരുന്നു. ഈ കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പവും ഒരു കുറവുണ്ടാകില്ല. ഈ കാര്യം നന്നായി നടക്കും. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നത് ഏതെങ്കിലും കുറവുണ്ടായാൽ ആ ഘട്ടത്തിൽ ഇടപെടുകയും ചെയ്യും. വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. മോഹനേട്ടന് ആദ്യ സംഭാവന കൊടുക്കുക മാത്രമല്ല, എൻ്റെ സംഭാവന ഞാൻ ചന്ദ്രേട്ടന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ പ്രധാനപ്പെട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉൾപ്പെടെ ഇത് പങ്കാളിയാകാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഈ പ്രതിസന്ധിയെ ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ കഴിയും. നിങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ട്. ഇതിനൊരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിന്ന് ധൈര്യം കാണിച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകില്ല. എല്ലാവരുടെ സഹായവും ഇതിനാവശ്യമായ വിധത്തിലുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഇവിടെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജമായി മാറുന്നത്. ചരിത്രബോധവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ജനപക്ഷ വികസനത്തിന് ആവശ്യമായ ഇടപെടലുകൾക്ക് സാധ്യമാവൂ എന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ഇ.ഡി. ഡേവിസ് അഭിപ്രായപ്പെട്ടു. താണിക്കുടം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച വീട്ടുമുറ്റം സദസ്സിന്റെ ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ ഗ്രന്ഥശാലകൾ ഗൃഹാങ്കണങ്ങളിലേക്ക് എന്ന സന്ദേശം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ വായനശാലകളെ കൂടുതൽ മികവുറ്റ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ കഴിയുമെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത എഴുത്തുകാരി ശ്രീലത വർമ്മ പറഞ്ഞു. വായനശാല പ്രസിഡന്റ് പി.ജി. സജീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വീട്ടുമുറ്റ സദസ്സിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. വിവിധങ്ങളായ മത്സരങ്ങളിൽ വിജയികളായവർക്ക് വായനശാലയുടെ സ്നേഹോപകാരങ്ങൾ സമർപ്പിച്ചു. വായനശാലയിലേക്ക് സംഭാവനയായി നൽകുന്ന പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുകയും പുതിയ അംഗത്വങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു.
വായനശാലയിലെ കലാസാംസ്കാരിക വേദിയുടെ ഭാഗമായി നടത്തുന്ന പാട്ടരങ്ങിലെ അംഗങ്ങൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു. വായനശാല സെക്രട്ടറി MG ബാലകൃഷ്ണൻ സ്വാഗതവും ഭരണസമിതി അംഗം AV സത്യൻ നന്ദിയും പറഞ്ഞു. ഞാൻ വളരെ ബോധപൂർവമാണ് ഇരുന്നത്. ഞാൻ ലഹരിയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ്. നമ്മുടെ നാട്ടിലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു നീതിപീഠത്തിൽ അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ അഭിഭാഷകനായ ഒരാൾ അങ്ങനെ ഒരു തെറ്റായ കാര്യം ചെയ്തിട്ട് അദ്ദേഹം അത് അഭിമാനകരമാണെന്ന് പറയും. ഇതുപോലെ ഞാൻ മുമ്പും ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്തും സ്വാമി ചിദാനന്ദപുരി അദ്ദേഹം ഈ ഹിജാബിൻ്റെ വിഷയം ഉണ്ടായ സമയത്ത് പറയേണ്ടായി, ആ പഴയ സുന്ദര കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയേണ്ട. കേരളത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന മഹത്തായ ദൗത്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന് മന്ത്രി കെ രാജൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന മഹത്തായ ദൗത്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർമ്മാണം പൂർത്തിയാക്കിയ ഹൈടെക് അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തോടൊപ്പം മൂല്യബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാനുള്ള പ്രേരണയാണ് വിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിലെ 117 വർഷത്തെ ചരിത്രമുള്ള ഏക സർക്കാർ വിദ്യാലയമാണ് അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ. 2023-24 അധ്യയന വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തോടൊപ്പം 2024-25 വർഷത്തെ SSK ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ അഡീഷണൽ ക്ലാസ് മുറികളും SSK സ്റ്റാർസ് പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപയുടെ വർണ്ണകൂടാരവും ഉൾപ്പെടെ ഹൈടെക് രൂപത്തിലുള്ള കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി
പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. ജോൺസൺ മാസ്റ്റർ സ്മൃതി സംഗീതാലാപന മത്സരം 2025. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ 14ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ഫൗണ്ടേഷൻ തൃശൂർ അഖില കേരള അടിസ്ഥാനത്തിൽ ജോൺസൺ മാസ്റ്റർ സ്മൃതി സംഗീതാലാപന മത്സരം നടത്തുന്നു. 2 റൗണ്ടുകളായി നടത്തപ്പെടുന്ന മത്സരത്തിൽ ആദ്യ റൗണ്ട് മത്സരങ്ങൾ നവംബർ 23-നും ഫൈനൽ റൗണ്ട് നവംബർ 30-നും തൃശൂർ ജവഹർ ബാലഭവൻ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് മത്സരം. വിജയികളാകുന്ന 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 15,000, 10,000, 5,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും മെമന്റോയും സർട്ടിഫിക്കറ്റും ഡിസംബർ 13-ന് സംഗീത നാടക അക്കാദമി തൃശൂരിൽ വെച്ച് നടത്തപ്പെടുന്ന ജോൺസൺ സ്മൃതി 2025 നൽകപ്പെടുന്നതാണ്. വിജയികൾക്ക് അന്നേ ദിവസം നടത്തപ്പെടുന്ന ഗാനമേളയിൽ ഗാനം ആലപിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള ജഡ്ജിംഗ് പാനലായിരിക്കും മത്സരങ്ങൾ നിയന്ത്രിക്കുക. വാർത്താ സമ്മേളനത്തിൽ ഔസേപ്പച്ചൻ, IP പോൾ, ചാക്കോ തട്ടിൽ, വിൽസൺ ED തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീരാമപാത സുവർണ മുദ്ര പുരസ്കാരം കുമ്പത്ത് രാമൻകുട്ടി നായർക്ക്. ത്രിപ്രയാർ ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതി കഴിഞ്ഞ 23 വർഷമായി നൽകി വരാറുള്ള ശ്രീരാമപാത സുവർണ മുദ്രയ്ക്ക് കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പതക്കമാണ് സമ്മാനിക്കുക. ക്ഷേത്രസന്നിധിയിൽ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നറുക്കെടുപ്പിലൂടെയാണ് കുമ്മത്ത് രാമൻകുട്ടി നായരെ തിരഞ്ഞെടുത്തത്. ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ വെച്ച് സുവർണ മുദ്രയും പ്രശസ്തി പത്രവും നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികളായ KM മോഹനൻ മാരാർ, വിനോദ് നടുവത്തേരി, C പ്രേംകുമാർ തുടങ്ങിയവർ അറിയിച്ചു. എരവിമംഗലം സ്കൂളിനെ പൊൻതിളക്കം. ജാനകി സജീഷിന് റോളർ സ്കേറ്റിംഗ് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണ്ണത്തിളക്കം. എരവിമംഗലം എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ജാനകി സജീഷിന് തുടർച്ചയായി 2ാം വർഷവും ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണ്ണ മെഡൽ നേടി. 400, 800 എന്നീ സ്പീഡുകളിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്. എരവിമംഗലം സ്വദേശി തണ്ടിയക്കൽ സജീഷിന്റെയും ഐശ്വര്യയുടെയും മകളാണ്. 3 വർഷമായി മണ്ണുത്തിയിൽ പരിശീലനം നടത്തുന്നു. സ്വർണ്ണ മെഡൽ ജേതാവായ ജാനകി സജീഷിനെ പ്രധാനാധ്യാപിക മെമന്റോ നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് KR രമേശ് ആശംസകൾ അറിയിച്ചു. ഒക്ടോബർ മാസത്തിൽ മികച്ച സ്കൂളിനുള്ള അബ്ദുൾ കലാം സ്റ്റഡി സെന്ററിന്റെ ബെസ്റ്റ് സ്കൂൾ ഓഫ് ഇയർ അവാർഡും സുഗതവനം ട്രസ്റ്റിന്റെ മികച്ച അധ്യാപികയ്ക്കുള്ള ഗുരുജ്യോതി സംസ്ഥാന പുരസ്കാരം എന്നിവയും എരവിമംഗലം സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. കേരള പിറവിയോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സാ രംഗത്തെ സുഹൃതം 98 വയസ്സ് പിന്നിട്ട ഊരകം ക്ലായിശ്ശേരി നാരായണൻ വൈദ്യരെ ചേർപ്പ് മഹാത്മാ കൾച്ചറൽ ഫോറം ആദരിച്ചു.
ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പൊന്നാടയണിയിച്ചു. ഉപഹാരം നൽകി. കൾച്ചറൽ ഫോറം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഷാജൻ കൈപ്പുള്ളി, രാകേഷ് ഉണിയംപുറം, അർജുനൻ മാരാർ, അജിൽ അശോകൻ, രാമചന്ദ്രൻ ക്ലായിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് വൺ പഞ്ചായത്ത് വൺ IAS പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്തും അനന്ത IAS അക്കാദമിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വരുന്ന നവംബർ 3 തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് ആദരണീയനായ റവന്യൂ മിനിസ്റ്റർ K. രാജൻ നിർവഹിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ അനന്ത അഭിമാൻ സ്കോളർഷിപ്പ് എക്സാമിൽ സ്കോളർഷിപ്പ് ലഭിച്ച മുഴുവൻ കുട്ടികളും പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുന്നിൽ. അയ്യോ ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നവംബർ 5 മുതൽ 9 വരെ എമർജിംഗ് തൃശൂർ ബിസിനസ് കോൺക്ലേവ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എക്സ്പോ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 5 വൈകിട്ട് 6 മണിക്ക് മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക പരിപാടികൾ നടക്കും. ചിത്രരചന, നാടൻപാട്ട്, ക്വിസ്, മെഗാ തിരുവാതിരക്കളി, വീര്യനാട്യം, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ മത്സരങ്ങൾ നടക്കും. തൃശൂരിനെ കിരീടം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സമാപിച്ച 44ാമത് സംസ്ഥാന ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയ്ക്ക് ഓവറോൾ കിരീടം. 14 ജില്ലകളിൽ നിന്നായി 400-ൽ പരം ജൂഡോ താരങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂളിൽ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA CR മുകേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് P. പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേരള ജൂഡോ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റെയിൻ PR, ലോർഡ്സ് പബ്ലിക് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് M. മധു തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. സംസ്ഥാന ജൂഡോ അസോസിയേഷൻ ടെക്നിക്കൽ സെക്രട്ടറി ജോയ് വർഗീസ് K, ജില്ലാ സെക്രട്ടറി സ്വപ്നിൻ വിക്രമൻ, ഹൻഷി നൈംസ, അത്ലറ്റിക് ക്ലബ് സെക്രട്ടറി പ്രദീപ് ലാൽ പണിക്കർ, ട്രഷറർ ജിഷ്ണു V. ഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുഴുവൻ കായിക താരങ്ങൾക്കുമുള്ള താമസ സൗകര്യവും ഭക്ഷണവും മത്സരത്തിന്റെ സംഘാടകരായ കൊല്ലം ജില്ലാ ജൂഡോ അസോസിയേഷൻ ഒരുക്കിയിരുന്നു. 16 വിവിധ ശരീരഭാര കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ 9 ഗോൾഡ് മെഡലും 4 സിൽവർ മെഡലും 12 ബ്രോൺസ് മെഡലും നേടി. തൃശൂർ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 3 ഗോൾഡ് മെഡലും 3 സിൽവർ മെഡലും 6 ബ്രോൺസ് മെഡലും നേടി തിരുവനന്തപുരം ജില്ല 2ാം സ്ഥാനവും
ഒരു ഗോൾഡ് മെഡലും 4 സിൽവർ മെഡലും 6 ബ്രോൺസ് മെഡലും നേടി എറണാകുളം ജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി മാധവ് UC തൃശൂരിനെയും മികച്ച കളിക്കാരിയായി റിൻഷ ഷെറിൻ തിരുവനന്തപുരത്തിനെയും തിരഞ്ഞെടുത്തു. ഏഷ്യൻ കേഡറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ജൂഡോ താരം അക്ഷയ് SP-യെ ഉപഹാരം നൽകി ആദരിച്ചു. വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫി കേരള ജൂഡോ അസോസിയേഷൻ ടെക്നിക്കൽ സെക്രട്ടറി ജോയ് വർഗീസ് K, സംസ്ഥാന സെക്രട്ടറി രൺ PR തുടങ്ങിയവർ വിതരണം ചെയ്തു. മത്സരത്തിലെ 1ാം സ്ഥാനക്കാർ അടുത്ത മാസം നടക്കുന്ന ദേശീയ ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. സ്വർണ്ണവില വീണ്ടും ഉയരുന്നു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 11,290 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 90,320 രൂപയുമായി. ശനിയാഴ്ച ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും കുറഞ്ഞിരുന്നു. 1 ഗ്രാം സ്വർണത്തിന് 11,275 രൂപയും പവന് 90,200 രൂപയുമായിരുന്നു വില. ഇന്നലെയും ഇതേ വില തന്നെയായിരുന്നു. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് ട്രോയ് ഔൺസിന് $412.02 വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സാഹിത്യ അക്കാദമി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. വെട്ടുകാട് ചന്ദനക്കുന്ന് ശ്രീ വനദുർഗ ദേവി ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. ജോൺസൺ മാസ്റ്റേഴ്സ് സ്മൃതി സംഗീതാലാപന മത്സരം നവംബർ 23 മുതൽ 30 വരെ ജവഹർ ബാലഭവനിൽ നടത്തും. സ്വർണ്ണവില വീണ്ടും ഉയരുന്നു. പവന് 90,320 രൂപയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.